രാത്രി 9:57 ഈ റോഡിലൂടെ കാറിലും ബൈക്കിലുമായി വന്ന 7 അംഗ ഗുണ്ടാ സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്ന പ്രദേശവാസികൾക്ക് നേരെ ആയുധങ്ങളുമായി പാഞ്ഞടുക്കുകയായിരുന്നു. പേടിച്ച് ആളുകൾ പല വഴിക്ക് ചിതറിയോടി. കാറിന് സമീപത്തായി ഇവിടെ നിന്നിരുന്ന മുൻ വാർഡ് മെമ്പർ സുലൈമാനെ ഗുണ്ടാസംഘം ചവിട്ടി വീഴ്ത്തുകയും വടിവാളുകൊണ്ടും ചുറ്റിക കൊണ്ടും തുരുതരെ ആക്രമിക്കുകയും ചെയ്തു. ആ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇവിടെ രക്തക്കറയടക്കം ഇപ്പോഴും കിടക്കുന്നുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ പാഞ്ഞെത്തിയതെന്നും മാരകായുധങ്ങളുമായി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ടവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഒരാളുടെ അടുത്തേക്കാണ് ആദ്യം പോയത്. പക്ഷെ അവിടെ നിന്ന് എല്ലാവരെയും ഒരുപാട് പേര് കാറിൽ നിന്ന് ഇറങ്ങുന്നു. വരുന്നവരെല്ലാം കയ്യിൽ ആയതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരെയും നല്ലുന്നുണ്ടായി. ഞങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. അവരെന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരാളെ ആ ഒരു സുലൈമാൻ എന്ന് പറഞ്ഞ ഇരിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ആളുടെ ദേഹത്ത് കയറി ഇരിക്കാൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു നോർമൽ മനുഷ്യന് പറ്റില്ല. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാതിരുന്നത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകണമെന്നും സ്ഥലത്തെത്തിയ MLA അൻവർ സാദത്ത് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നല്ല തന്നെ പോകുന്നു മനസ്സിലാകുന്നു. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ചെയ്താല ഇത് ചെയ്യിപ്പിച്ചവരാരില്ലെങ്കിൽ അവരെയും പോലീസ് കണ്ടെത്തണമെന്നാണ്. കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യപ്രതി ഫൈസൽ ബാബു അടക്കമുള്ളവരെ പ്രതികൂടാൻ നെടുമ്പാശ്ശേരി പോലീസിന് കഴിഞ്ഞു. വ്യക്തിവൈരാഗ്യവും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യവുമെന്നാണ് കേസിനെക്കുറിച്ച് ആലുവ റൂറൽ SP പ്രതികരിച്ചത്. കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. സോ അതിൻ്റെ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. മൊത്തം ഈ അക്യൂസ്ഡിൻ്റെ വെർഷൻ പ്രകാരം 5 പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു ഇത് 5 കൂടുതൽ പേരുണ്ടാവും. ആലുവ റൂറൽ SP അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മുഖ്യപ്രതിയടക്കം അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും സംഭവത്തിന്റെ ഞെട്ടലിലാണ് ചൊവ്വര നിവാസികൾ ഇപ്പോഴും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മൽഘോഷ് C മോഹനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.